ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിക്കുന്നത് ഈ ദേഹമാണ് എന്നാണ്. ഞാനൊരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ഈ ദേഹം തന്നെയാണ്. ഞാനൊരു പുരുഷനാണ് എന്ന് പറയുമ്പോൾ ഈ ദേഹം തന്നെയാണ് ആ പുരുഷൻ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഈ ദേഹമാണോ? ഇത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ദേഹമാണെങ്കിൽ എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ കണ്ണ് എന്നൊക്കെ നാം പറയുമ്പോൾ ഇതെങ്ങനെ ഞാനാകുന്നത്? എൻ്റെ പേന എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേനയാകുന്നില്ല. പേന എൻ്റേതാണ്, എൻ്റെ കയ്യാണ്, എൻ്റെ കാലാണ്, എൻ്റെ കണ്ണാണ്. എൻ്റെ കണ്ണ് കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ ആ ഞാൻ ആരാ വാസ്തവത്തിൽ? ഞാനെങ്ങനെ ദേഹമാകുന്നത്? ഇത് നാം ഒന്ന് സൂക്ഷ്മതലത്തിലേക്ക് ആണ്ടിറങ്ങി ചിന്തിക്കുമ്പോൾ നാം ഈ ധരിച്ചു വെച്ചതെല്ലാം ശുദ്ധ അബദ്ധമാണ് എന്ന് മനസ്സിലാവും. ഞാനെന്നത് ദേഹമല്ല. പക്ഷേ ജനിച്ച നാൾ മുതൽ നമ്മൾ ഉറപ്പിച്ച് വന്നതാണ് ഞാൻ ഇന്നയാളുടെ കുട്ടി, എൻ്റെ അച്ഛനമ്മ ഇന്നവരാണ്, ഇതൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്, ഇതെൻ്റേതാണ്, ഇത് ഞാനാണ്, അത് ബന്ധുക്കളാണ്, ഇതൊക്കെ മിത്രങ്ങളാണ് എന്നെല്ലാമുള്ള തരംതിരിവുകളെല്ലാം എന്നെക്കുറിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ തരംതിരിവുകളാണ് നമ്മളിൽ നിന്ന് പോകേണ്ടത്. ഇതുണ്ടാവാൻ കാരണം ഞാൻ ഈ ദേഹമാണ് എന്ന് തോന്നലാണ്. ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ ഞാൻ എന്നിൽ അന്യമായി തോന്നും. ഞാനുണ്ട്, നീയുണ്ട്, ഞാൻ നീ ഒഴിയുമ്പോൾ ഞാൻ അതാകുമെന്നു പറയുന്നു വേദം. ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ ഞാൻ എൻ്റെ ദേഹത്തെ എനിക്ക് കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ശരീരം. അതിനെ ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ശുദ്ധ അബദ്ധമല്ലേ? ദേഹം ഞാനല്ലെങ്കിൽ പിന്നെ വാസ്തവത്തിൽ ഞാൻ ആരാണ്? നാം ഇതൊന്നും ചിന്തിച്ചിട്ടല്ല. നാം ധരിച്ചു വശായിരിക്കുന്നു. ജനനം മുതൽ നമുക്ക് ഈ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്നു, നീ ആൺകുട്ടിയാണ്, നീ പെൺകുട്ടിയാണ്. അപ്പം തന്നെ മനസ്സിലായി ഈ ദേഹമാണ് ഞാനെന്ന്. അത്രയും അഭേദ്യമായ ബന്ധമാണ് നമുക്ക് ഈ ദേഹത്തോടുള്ളത്. ഈ ദേഹത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ജീവിക്കുന്നത് തന്നെ. ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ ഞാൻ എന്നിൽ അന്യമായി തോന്നും. ഞാൻ എൻ്റെ ദേഹത്തെ ഞാനാണ് എന്ന് കാണുമ്പോൾ എൻ്റെ ദേഹത്തെ ഞാനാണ് എന്ന് നാം ധരിക്കുമ്പോൾ ഞാൻ എന്നിൽ അന്യമായി തോന്നും. യഥാർത്ഥമായ ഒരു ഞാനുണ്ട്. ആ ഞാനിൽ നിന്നും ഈ ദേഹോഹബുദ്ധിക്ക് അധീനരായ ഞാൻ അന്യമാണ്. അതിൽ നിന്നും വേറെയാണ് ഞാൻ എന്ന് നാം ധരിക്കുന്നു. അതാണ് ഞാൻ എന്നിൽ അന്യമായി തോന്നും. ഞാൻ എന്നിൽ നിന്നും അന്യമായി തോന്നും. ഞാൻ ഈ ദേഹത്തോട് ഒട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഞാനിൽ നിന്നും അന്യമായിട്ടാണ് നാം തോന്നുന്നത്. കാരണം ദേഹം ഉണ്ടായതാണ്, അത് വൃദ്ധക്ഷയങ്ങളുണ്ട്, അത് മരിക്കും, അതെല്ലാം എനിക്കുമുണ്ട് എന്നല്ലേ ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ മരിക്കുമല്ലോ എന്ന ഭയമല്ലേ വൃദ്ധർക്കുള്ളത്. പക്ഷേ എൻ്റെ യഥാർത്ഥ സ്വരൂപമറിയുമ്പോൾ എനിക്ക് ജനന മരണാദികളില്ല. ഞാൻ സത്തും ചിത്തും ആനന്ദവുമാണ്, ആനന്ദസ്വരൂപിയാണ് ഞാനെന്ന് ബോധിച്ചാൽ ഇവിടെയുള്ള ദുഃഖാനുഭവങ്ങളൊന്നും തന്നെ നമ്മെ ബാധിക്കുകയില്ല. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് നാം ഇവിടെ ബന്ധിതനായിരിക്കുന്നത്. അജ്ഞാനമാണ് നമ്മെ ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. ജ്ഞാനമുണ്ടാകുമ്പോൾ നാം സ്വതന്ത്രരാകുന്നു. നാം നമ്മെ തന്നെ ബന്ധിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? ഒരിക്കൽ ഒരു കർഷകൻ 4 കാളകളുണ്ട് അദ്ദേഹത്തിന് കന്ന് പൂട്ടാനായിട്ട്. അങ്ങനെ അദ്ദേഹം കാളകളെയൊക്കെ പൂട്ടിയ ശേഷം അവരെ തീറ്റി സുഭിക്ഷമാക്കി വയറൊക്കെ നിറച്ച് തൊഴുത്തിലേക്ക് അവർ വരും.
അങ്ങനെ 4 കാളകളെയും കെട്ടുന്ന സ്ഥലമുണ്ട്. അവർ ബന്ധിക്കാൻ ഓരോ കയറുമുണ്ട്. അങ്ങനെ ആ കയറ് കൊണ്ട് ഒന്നിനെ കെട്ടി, രണ്ടാമനെയും കെട്ടി, മൂന്നാമനും അവിടെ വന്ന് കഴുത്ത് നീട്ടിത്തരും, അതിനെയും കെട്ടി. 4-മനെ കെട്ടാൻ നേരത്തെ കയറില്ല. കുട്ടികളെന്തോ കാരണത്താൽ കയറ് കളിക്കാൻ കൊണ്ടുപോയതായിരുന്നു. അടുത്തൊന്നും തിരഞ്ഞിട്ട് കിട്ടിയതുമില്ല. പെട്ടെന്ന് അദ്ദേഹം ഒരു സൂത്രം പ്രയോഗിച്ചു. കയറവിടെ ഉണ്ട് എന്നും, എന്നിട്ട് ആ കയറുകൊണ്ട് മറ്റു 3 പേരെയും കെട്ടുന്നത് പോലെ ഈ കാളയെ കെട്ടുന്നതായിട്ട് അഭിനയിച്ചു. കയറില്ലാതെ കെട്ടിയിട്ടു. കാളയുടെ ധാരണ എന്താ? എന്നെ കെട്ടിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം കാളകളെ പാടത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ഇദ്ദേഹത്തിനറിയാം ഞാൻ 4-മനെ കെട്ടിയിട്ടില്ല എന്ന്. ആ കാള പുറത്തു പോയിട്ടേ ഇല്ല. 3 കാളകളെയും അഴിച്ചു. 4-മൻ പോകുന്നില്ല. 4-മനെ കെട്ടിയിട്ടില്ല. പക്ഷെ ആ കാളയുടെ ഭാവം താൻ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനെ വടിയെടുത്ത് അടിച്ചു, പോ കാളയെന്ന് പറഞ്ഞു. പക്ഷെ കാള പോകുന്നില്ല. അപ്പം അയാൾക്ക് തലേ ദിവസത്തേത് ഓർമ്മ വന്നു. അയാളെ മറ്റു 3-നെയും കെട്ടഴിക്കുന്നത് പോലെ ഈ കെട്ടാത്ത കാളയെയും കെട്ടഴിക്കുന്നതായി ആംഗ്യം കാണിച്ചു. ഉടനെ കാള അങ്ങ് പോയി. ആ കാള കെട്ടിയിട്ടേ ഇല്ല. പക്ഷേ കെട്ടിയെന്ന അതിൻ്റെ തോന്നൽ അതിനെ അവിടെ ബന്ധിച്ചിരിക്കുന്നു. അതേപോലെ ആ കെട്ട് അഴിക്കുന്നത് പോലെ 4-മനെയും ആ ആംഗ്യം കൊണ്ട് കെട്ടഴിച്ചപ്പോഴാണ് ആ കാള സ്വതന്ത്രനായിപ്പോയത്. ഇപ്രകാരമാണ് ഈ അജ്ഞാനേനാവൃതം നമ്മളിലുള്ള ആത്മസ്വരൂപത്തെ അറിവില്ലായ്മ കൊണ്ട് മറച്ചിരിക്കുകയാണ്. നമ്മളാരും ഇവിടെ ബന്ധിതരല്ല, നമ്മൾ ആരും തന്നെ ഇവിടെ ദുഃഖിതരുമല്ല. പക്ഷേ ദുഃഖിതരാണെന്ന് കെട്ടാത്ത കാളയ്ക്ക് തന്നെ കെട്ടിയെന്ന് തോന്നിയതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. നാം ഇത് ബോധിക്കുകയേ വേണ്ടൂ. എനിക്ക് അത്തരത്തിലുള്ള കെട്ടുകളില്ല. ഞാൻ സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരമസ്വരൂപമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവുകയേ വേണ്ടൂ. അതിനാൽ നാം നിരന്തരമായ ആത്മവിചാരം കൊണ്ട് അതാണ് ബോധിക്കുക. ഇപ്പോൾ നിരന്തരമായ ദേഹവിചാരം കൊണ്ട് നാം ദേഹമാണ് എന്ന് ധരിച്ചുപോയി. വാസ്തവത്തിൽ നാം ദേഹമല്ല. ഈ ദേഹത്തിൻ്റെ ഉടമയാണ് നമ്മൾ. ദേഹോഹ ബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ദേഹമാണ് ഞാനെന്ന് ധരിച്ചാൽ ഈ ദേഹത്തെ ചുമക്കുന്ന ചുമട്ടുകാർ മാത്രമാണ് നമ്മൾ. ആത്മോഹ ബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർ നാം. ഇതൊക്കെ നമ്മൾ തന്നെയാണ്. നാം ആത്മാവാണ്, അല്ലെങ്കിൽ ആ ഈശ്വരനാണ് എന്ന ബോധം നമുക്ക് വന്നു കഴിയുമ്പോൾ നാം ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ്. ഇവിടെ ഉടമയായ ആളാണ് അടിമയായിരിക്കുന്നത്. ഇതിനെയൊക്കെ നയിക്കേണ്ട ആളാണ് ഇവിടെ ബന്ധനസ്ഥനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം പൂർണ്ണ സ്വതന്ത്രരായിട്ടും നമുക്കതറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഈ വാസ്തവത്തെയാണ് നാം ബോധിക്കേണ്ടത്. നമ്മളെല്ലാവരും കെട്ടാത്ത കയറുകൊണ്ട് ബന്ധിതരായിരിക്കുകയാണ്. അതൊന്ന് ബോധിക്കുകയേ വേണ്ടൂ. അപ്പോൾ പരമ സ്വതന്ത്രരായി ഭവിക്കുന്നതാണ്. അതിനാൽ ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ, ഞാൻ എൻ്റെ ദേഹത്തെയാണ്, ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ, ഈ ദേഹം ഞാനാണ് എന്ന് കാണുമ്പോൾ ഞാൻ എന്നിൽ അന്യമായി തോന്നും. ഞാൻ എന്നിൽ നിന്നും, യഥാർത്ഥത്തിലുള്ള എന്നിൽ നിന്നും അന്യമായി തോന്നുന്നു. ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ ഞാൻ എന്നിൽ അന്യമായി തോന്നും. ഞാനുണ്ടേൽ നീയുണ്ട്, ഞാൻ നീ ഒഴിയുമ്പോൾ ഞാനും, ഈ ദേഹോഹ ബുദ്ധിയായിരിക്കുന്ന ഞാനും നീയും, എൻ്റേതായിട്ടുള്ള വസ്തുക്കൾ നീയും, ഞാനും നീയും. ഞാനുണ്ടേൽ നീയുണ്ട്,
ഞാൻ നീ ഒഴിയുമ്പോൾ, ഞാനും ഈ ദേഹോഹബുദ്ധിയായിരിക്കുന്ന ഞാനും നീയും ഒഴിയുമ്പോൾ ഞാനതാകുന്നു. ആ പരമാത്മാവാണ് ഞാനതാകുമെന്നു പറയുന്നു വേദം. ഞാൻ അതാണ് എന്ന് ആ അനുഭവസ്ഥരായ ആചാര്യന്മാർ പറയുന്നു. ഇത് നാം ഹൃദയസ്ഥമാക്കി നിരന്തരം മനനം ചെയ്യേണ്ട ഒരു സുഭാഷിത രത്നമാണ്. അതുകൊണ്ട് വീണ്ടും നമുക്കിതൊന്നും കൂടെ ചൊല്ലി നോക്കാം. ഞാൻ എൻ്റെ ദേഹത്തെ ഞാനെന്നു കാണുമ്പോൾ ഞാൻ എന്നിൽ അന്യമായി തോന്നും. ഞാനുണ്ടേൽ നീയുണ്ട്, നീ ഒഴിയുമ്പോൾ ഞാനതാകുമെന്നു പറയുന്നു വേദം.